The world has entered into the 21st century with the two most talked about philosophies, capitalism and globalization. While capitalism aims at bringing about the free market phenomena, globalization transfers the resulting effect to the remotest of places. Businesses therefore are tempted to go out of the way to make an effort to increase their profits at the cost of the people or the planet. Capitalism is also blamed to bring about an unequal distribution of wealth. On one hand, you will find people who have economies of scale and can set up large businesses, thereby ousting the smaller players that are quite common in the Indian context. If you go to any big city, you will find such stalls built on the footpath. Now, whether it is right to allow this inequality of wealth, what happens to these poor, smaller stores when India decides to go for FDI in organized retail? We take up a case study in the market of Kunamangalam in Kozhikode. The Reliance Fresh versus the local vegetable vendor, Anil. Reliance Fresh store was set up in Kunamangalam 4 years ago. When we asked the store manager what difference has the presence of the store caused to the smaller businesses around, he said, not much. The vendors actually buy vegetables from us and sell it out. Then we went to a small fruits and vegetable vendor and asked him how things have changed. Reliance എന്ന് പറയുമ്പോൾ റിലയൻസിൻ്റെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ ഒരു വില നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ വിലക്ക് തന്നെ വിൽക്കാൻ പറ്റുമോ അപ്പോൾ ചെറുകിടക്കാരെ ബാധിക്കാൻ നല്ലോണം അവർക്ക് അവരെ കുത്തകയായിട്ട് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വരുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഇവിടെ റിലയൻസ് വന്നിട്ട് ഇപ്പോൾ 4 വർഷമല്ലേ, അപ്പം അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്? അങ്ങനെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ എല്ലായിടത്തും അവരുടെ ഷോപ്പ് വരികയാണെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട് ഉറപ്പാണ്. അപ്പോൾ അവർ കുത്തകയായി പോകും. പിന്നെ അവർ പറയുന്ന വിലക്ക് നമ്മൾ ജനങ്ങൾ അതിൽ കൂടുതൽ വിലക്ക് ഇവിടെ ഷോപ്പ് സെറ്റപ്പ് ഇത് തുടങ്ങിയിട്ട് എത്ര? ഇതിപ്പോൾ ഓണർ വേറെയാണ്. അല്ല ഇതിപ്പം ഈ കട വന്നിട്ട് എത്ര നാളായി? ഇത് വന്നിട്ട് ഇപ്പോൾ 3-4 വർഷമായി. 3-4 വർഷം, 3-4 years. ഇത് കട നടത്താനാണ് ചാൻസ് കിട്ടിയാൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു. ചാൻസ് കിട്ടുകയാണെങ്കിൽ അതേപോലെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനൊരു ഇപ്പോൾ ഒരു 10 ഇതേപോലത്തെ കട നടത്തുന്നതായിരിക്കും, അതോ റിലയൻസ് ഫ്രഷ് പോലെ ഒരു കട നടത്തുന്നതായിരിക്കും? ഏതായിരിക്കും? അല്ല, ഒന്നിച്ച് നടത്തുന്നതാണെങ്കിൽ അതായിരിക്കില്ല മെച്ചം. കാരണം അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ ഷോപ്പ് ഇടുകയാണെങ്കിൽ അതല്ലായിരിക്കും മെച്ചം. ചെറിയ ഷോപ്പ് ഇടുന്നതാണ് ആ ഒരുമിച്ച് സാധനം എടുക്കുന്നതിൻ്റെ ഇതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണ്. രണ്ട് ചോദ്യം കൂടെ. ഒന്ന്, ഇപ്പോൾ ചേട്ടന് റിലയൻസ് ഫ്രഷ് പോലെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് കിട്ടാൻ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ കാശ് തരാമെന്ന് പറഞ്ഞാൽ അത് ചേട്ടൻ തുടങ്ങാൻ റെഡിയാണോ? ലൈക്ക് അങ്ങനെ സിറ്റുവേഷൻ ഷോപ്പ് അല്ല, അതേപോലെ അത്രയും വലിയൊരു ഷോപ്പ് തുടങ്ങാൻ അല്ല, ഇതിലേക്ക് തന്നെയാണ്. എന്തെങ്കിലും അങ്ങനെ റീസൺ ഉണ്ടോ? അല്ല, എന്തെങ്കിലും റീസൺ അതിന് പ്രത്യേക റീസൺ? അല്ലല്ല, അങ്ങനൊന്നും പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ചേട്ടൻ ഈ FDI എന്ന് പറഞ്ഞൊരു പുതിയ ഇത് അറിയാമോ അതിനെക്കുറിച്ച്? ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് ഡയറക്റ്റ്, ഇന്ത്യയുടെ പുറത്തുനിന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ, ഇവിടെ കാശ് തരാനൊരു വഴിയാണ്. അത് ഇൻക്രീസ് കൂട്ടുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൂട്ടിയാൽ ഈ റിലയൻസ് പോലുള്ള ഇത് അവർക്ക് ഇതിനേക്കാളും വലുതാക്കാൻ പറ്റും, അവർക്ക് ഒരുപാട് വലുതാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവിടെ സംസാരം, ജനറലായിട്ട് സംസാരം വല്ലതും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയാനില്ല. No one knows about it. Okay, now that you know, tell him that now that we told you FDI, do you think it will be good or bad for the... ഈ FDI എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ ഇവർ FDI വന്നു കഴിഞ്ഞാൽ റിലയൻസിനൊക്കെ ഇവരുടെ ഓൾറെഡി ഉള്ള സെറ്റപ്പ് വലുതാക്കാൻ പറ്റും. വലിയൊരു ഷോപ്പായി മാറും എല്ലാം ഇങ്ങനത്തെ വലിയ കമ്പനീസ്. സോ അത് നല്ലൊരു ഇതായിരിക്കും തോന്നുന്നുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ? ഇപ്പം അത് പറയാൻ പറ്റുള്ളൂ, കാരണം ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്. What FDI will do is that it will bring up many shops like Reliance Fresh. റിലയൻസ് പോലുള്ള പല ഷോപ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് FDI വന്നു കഴിഞ്ഞാൽ.
അപ്പോൾ അത് അങ്ങനെയാകുമ്പോൾ മറ്റേ ചെറുകിടക്കാർ നമ്മളെപ്പോലത്തെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. then small shops will get affected. We talk a lot about business ethics in our classrooms. Now we ask the question, is it ethical to take a decision like bringing FDI by dialogue between the government and the top level business bureaucrats only? What about smaller people like this? Don't you think Anil should also be taken as a stakeholder?